പ്രിയപ്പെട്ടവരെ, ബഹുമാനരെ, ജനറേറ്റീവ് എഐയും ഭാവി വിദ്യാഭ്യാസവും എന്ന വിഷയത്തിൽ ഉൾക്കാമ്പുള്ള ഒരു ഇൻ്റർനാഷണൽ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നതിലൂടെ പുതിയ കാലത്തെ വേണ്ട വിധത്തിൽ IHRDയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അഡ്രസ്സ് ചെയ്തിരിക്കുകയാണ്. ഇതിന് നേതൃത്വം നൽകിയ IHRDയെയും അതിൻ്റെ ഡയറക്ടർ ഡോക്ടർ വി അരുൺകുമാറിനെയും കേരള മീഡിയ അക്കാദമിക്ക് വേണ്ടി ഹാർദവുമായി അനുമോദിക്കുന്നു. നിർമ്മിത ബുദ്ധിയുടെ നേട്ടങ്ങളും സാധ്യതകളും ഇന്ത്യയിലെയും കേരളത്തിലെയും മാധ്യമ മേഖല എത്രത്തോളം ഉപയോഗിക്കുന്നു എന്നത് നോക്കി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഇതിനു മുമ്പ് സുനിൽ പ്രഭാകർ എന്തൊക്കെയാണ് ഈ രംഗത്തെ സാധ്യതകളെന്നുള്ളത് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് നോക്കിയാൽ ഞങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയും. അച്ചടിയിൽ അച്ചുകൾ കണ്ടുപിടിച്ച ഗുട്ടൻബർഗിൽ നിന്നും സാമൂഹ്യ മാധ്യമങ്ങൾക്ക് വഴിതെളിച്ച സക്കർബർഗ് വരെയുള്ളവർ ഈ ഘട്ടത്തിൽ മാധ്യമപ്രവർത്തകരായിട്ടുള്ള ഞങ്ങളുടെ മുന്നിൽ ലൈറ്റ് ഹൗസുകളായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്നും കേരളത്തിലെ മാധ്യമങ്ങൾ വേണ്ടത്ര നിലയിൽ ഈ പുതിയ സാങ്കേതികവിദ്യയെ സ്വീകരിക്കുന്നതിൽ എത്രത്തോളം താല്പര്യമെടുക്കുന്നു എന്നത് ഒരു ചോദ്യചിഹ്നമായിട്ട് തന്നെ നിൽക്കുകയാണ്. ഇതിനകത്തൊരു കാര്യമേ നമുക്കിതിനകത്ത് സൂചിപ്പിക്കാനുള്ളൂ. മലയാളത്തിലൊരു ജനപ്രിയ സിനിമയാണ് ചോക്ലേറ്റ്. ആ ചോക്ലേറ്റിൽ കോളേജിലെ യൂത്ത് ഫെസ്റ്റിവലിൽ ചങ്ങമ്പുഴയുടെ രമണൻ അവതരിപ്പിക്കുകയാണ്. ആ രമണൻ്റെ സീനിൻ്റെ അവസാന ഭാഗത്ത് ചന്ദ്രികയെ നിന്നെ ഞാനൊരു പണക്കാരനും വിട്ടുകൊടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് പൃഥ്വിരാജ് കയ്യിലിങ്ങനെ പിടിച്ചുകൊണ്ട് സ്റ്റേജിൽ നിന്നും മാറുകയാണ്. അതുപോലെ യഥാർത്ഥത്തിൽ ഈ സാങ്കേതികവിദ്യയും ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോരും എന്ന് ശ്രേയാംസ് കുമാറിൻ്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ മാധ്യമ ഉടമകളും മറ്റുള്ളവരും യഥാർത്ഥത്തിൽ പറയേണ്ടുന്ന ഒരു ഘട്ടം ആയിരിക്കുകയാണ്. ഈ ഗുട്ടൻബർഗ് കണ്ടുപിടിച്ച അച്ച്, ആ അച്ചിൽ നിന്നാണ് ഈ പ്രിൻറ്റേഴ്സ് ഡെബിൾ ഉണ്ടായത്. ഏതാ? അച്ചടി പിശാച്. പണ്ട് കാലത്ത് ഈ അച്ചുകൂടത്തിൽ നിന്നിട്ട് ഈ അച്ചുകൾ നിരത്തിയിട്ട് വേണം പത്രം ഇറക്കാൻ. പത്രത്തിൽ ഈ പ്രവർത്തിക്കുന്ന ഈ പയ്യന്മാരോ ആൾക്കാരോ ആണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആളിനെ കണ്ടാൽ ഒരു പിശാചിനെ പോലെ തോന്നും. അതുകൊണ്ടാണ് ഈ പത്രത്തിൽ വരുന്ന അക്ഷരത്തെറ്റിന് പ്രിൻറ്റേഴ്സ് ഡെവിൾ എന്ന് പേരിട്ടത്. പക്ഷേ ഇപ്പോൾ ഒരു പത്രസ്ഥാപനത്തിലും, സിന്ധു സൂര്യകുമാറിൻ്റെ സ്ഥാപനത്തിലാവട്ടെ, ജോണിയുടേതാകട്ടെ, നമ്മുടെ ദീപിൻ്റെ കേരളാമുദിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ അച്ച് കാണാൻ പറ്റുമോ? ഇല്ല. പഴയ ഫിലിം ക്യാമറ കാണാമോ? അതുമില്ല. ലാൻഡ് ഫോണുണ്ടോ? അതില്ല. ഇതെല്ലാം ഇല്ലാത്ത ഒരു ലോകത്താണ് ഇന്ന് വന്നിരിക്കുന്നത്. അത്രത്തോളം പുരോഗതി ഉണ്ടായി. പക്ഷേ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റേതായ സാധ്യതകൾ വേണ്ടത്ര നിലയിൽ ഇപ്പോഴും ആർജിക്കാൻ ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക്, കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ പക്ഷേ ഇതൊക്കെ ആണെങ്കിലും സാധ്യതകൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്, ഒട്ടും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതല്ല. ഇപ്പോൾ മീഡിയ അക്കാഡമിയുടെ തന്നെ ഒരു മാസികയുണ്ട്. പിന്നെ ആ മാഗസിൻ്റെ പേര് മീഡിയ എന്നാണ്. അപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നപ്പോൾ അതിനെ ആസ്പദമാക്കിയിട്ടൊരു ഇഷ്യൂ ഇറക്കി. അതിനൊരു കവറ് വേണം. പലരിൽ നിന്നും കിട്ടി.
പക്ഷേ AI ജനറേറ്റഡ് ആയിട്ടുള്ളൊരു കവർ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ആർട്ടിസ്റ്റുകൾ ചെയ്തതിനേക്കാൾ മികച്ചതാണ് അതെന്നുള്ളത് കൊണ്ട് അതാണ് കവറായിട്ട് സ്വീകരിച്ചത്. ഇങ്ങനെയൊക്കെ സ്വീകരിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും നമ്മൾ പിന്നണിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ സുനിൽ പ്രഭാകർ പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു ഈ റിപ്പോർട്ടിങ്ങിൻ്റെ രംഗത്തേക്ക് യന്ത്രമനുഷ്യരെ ഇറക്കുന്നതിൻ്റെ കാര്യം. 2022 ചൈനയിൽ ബെയ്ജിങ് ഒളിമ്പിക്സ് നടന്നപ്പോഴത്തേക്ക് ചിയാമിങ് ബോട്ട് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടറെ ഇറക്കി ചൈന. ഈ റിപ്പോർട്ടർ ഒരുപാട് സ്റ്റേഡിയങ്ങളിൽ നടക്കുന്ന പരിപാടികൾ നടക്കുക കളി. ഈ കളി തീർന്നാൽ 2 മിനിറ്റിനുള്ളിൽ ഇത് റിപ്പോർട്ട് ഫയൽ ചെയ്യും. ഈ ചിയാമിങ് ബോട്ട് ഒരു ദിവസം എത്ര റിപ്പോർട്ടുകളാണ് ചെയ്തത്? 30 മുതൽ 40 റിപ്പോർട്ടുകൾ വരെ കൊടുത്തു. ഒരു ദിവസമാകട്ടെ 58 റിപ്പോർട്ട് കൊടുത്തു. ഒരു 10-15 ജേർണലിസ്റ്റുകൾ ഇരുന്നുകൊണ്ട് ചെയ്യേണ്ടുന്ന കാര്യമാണ് ചെയ്യുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ ചെറിയ ഒരു സംഭവം, ഒരു ചെറിയ ഉദാഹരണം. ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ കുട്ടികൾ സഞ്ചരിച്ചിരുന്നൊരു വാഹനം അപകടത്തിൽപ്പെട്ടു. അതിൻ്റെ പിന്നെ 6 കുട്ടികൾ മരിച്ച ആ സംഭവം നമ്മുടെ പത്രങ്ങൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക. ചിലതിനകത്താണെന്നുണ്ടെങ്കിൽ സംഭവങ്ങൾ പൂർണ്ണമായിട്ടും ഈ കുട്ടികളെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ മാത്രമായിട്ട് വന്നിട്ടുണ്ട്. മഴയത്ത് റോഡിൽ തെന്നിമാറിയ കാറാണ് അപകടത്തിലേക്ക് നയിക്കപ്പെട്ടത്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ യഥാർത്ഥത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ ഇപ്പോഴും നമ്മുടെ ജേർണലിസ്റ്റുകളാണ് നിൽക്കുന്നത്. ഈ ചൈനയിലെ ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഈ രംഗത്തേക്ക് ഈ ചിയാങ് ബോട്ടുമാരെ എന്തുകൊണ്ട് നമുക്കിവിടെ ഇറക്കാനായിട്ട് പറ്റുന്നില്ല? നോക്കേണ്ട കാര്യമാണ്. ഈ കാര്യത്തിൽ ആദ്യത്തെ ഒരു നിർദ്ദേശം മീഡിയ അക്കാഡമിക്ക് വയ്ക്കാനുള്ളത് ഭാരിച്ച പണച്ചെലവെല്ലാം ഉള്ള കാര്യങ്ങൾ കൂടിയിട്ടാണ്. നമുക്ക് ഇന്ത്യയിലും കേരളത്തിലും ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഒരു റിസർച്ച് ഡെവലപ്മെൻറ്റ് ഡിവിഷൻ ഉണ്ടാകണം. അതിന് സർക്കാരുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ, മീഡിയ മാനേജ്മെൻറ്റുകൾ തുടങ്ങിയവരെല്ലാം ഇതിന് പണം ചെലവഴിക്കണം. ഇപ്പോൾ അംബാനിയും അദാനിയുമാണ് വലിയ പത്രക്കുത്തുകൾ. അവരൊന്നും ഇതിന് പണം മുടക്കാൻ പോകുന്നില്ല. ഈ രംഗത്ത് പക്ഷേ വലുതായിട്ട് പണം മുടക്കാൻ കഴിയുന്നില്ലെങ്കിലും IHRD പോലുള്ള സ്ഥാപനങ്ങളും ഈ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളും അധ്യാപകർക്കും എല്ലാം ചെറിയ തരത്തിലാണെന്നുണ്ടെങ്കിലും പങ്കുകൾ വഹിക്കാൻ കഴിയുമെന്ന് കരുതുന്നു. ഈ രണ്ടാമത്തെ ഒരു പ്രശ്നം, ഈ ജനറേറ്റീവ് AI-യുടെ അമ്പരപ്പിക്കുന്ന വിസ്മയിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ മുന്നിൽ വരികയാണെന്നുണ്ടെങ്കിലും ഇത് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അതിനെ നേരിടാൻ ഇപ്പോൾ തന്നെ ചില സംവിധാനങ്ങൾ ഉണ്ടാകുന്നത് നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. ഇപ്പോൾ പിന്നെ ജോ ബൈഡൻ പ്രസിഡൻ്റായി വന്നതിന് ശേഷം ഒരു സംഗതി ഉണ്ടായല്ലോ. ഏത് ട്രംപിനെ ലൈംഗിക ഒരു കേസിൽ ഇദ്ദേഹത്തിനെതിരായിട്ട് കേസ് ചാർജ് ചെയ്യുന്നു. അപ്പോൾ ഇന്ത്യയിലടക്കം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വരുന്നൊരു ചിത്രമുണ്ട്. ട്രംപിനെ അമേരിക്കൻ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഈ ചിത്രം കണ്ടിട്ട് അത് വെരിഫൈ ചെയ്തപ്പോഴത്തേക്ക് എങ്ങനെയാണ്, ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കൊടുത്ത പ്രോംപ്റ്റ് അനുസരിച്ചിട്ട് ജനറേറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോയാണ്. കാരണം എന്താ, ഇന്ത്യയിലെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ആ മോഡലിലാണ് ട്രംപിനെ അമേരിക്കൻ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ അദാനി ഒരുപാട് കള്ളക്കളികളെല്ലാം നടത്തുന്ന കോർപ്പറേറ്റാണ്. ഇദ്ദേഹത്തിനെതിരായിട്ട് അമേരിക്കൻ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു. സോഷ്യൽ മീഡിയയിൽ ഒരു ചിത്രം വൈറലായി.
അമേരിക്കൻ പോലീസ് അദാനിയെ അറസ്റ്റ് ചെയ്യുകയാണ്. ദീപു നേതൃത്വം നൽകുന്ന കേരളകൗമുദിയിൽ, അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിച്ചിരുന്ന ദേശാഭിമാനിയിലാണെന്നുണ്ടെങ്കിൽ ഇത്തരം ഒരു ചിത്രം 10 വർഷം മുമ്പ് കിട്ടിയിരുന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, പിറ്റേ ദിവസം 1-ാം പേജിൽ അദാനിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തയും ചിത്രവും വന്നേനെ. അല്ല, ഇന്ത്യയിലെ ഭരണകൂടം അദാനിയുടെ കാര്യത്തിൽ കണ്ണടച്ച് നിൽക്കും. ഈ ചിത്രം കാണുമ്പോഴത്തേക്കെങ്കിലും നമുക്കൊരു സന്തോഷം ഉണ്ടാവും. അങ്ങനെ കൂടി ഈ ചിത്രം വരും. പക്ഷേ ഇത്തരത്തിലുള്ള ഫേക്ക് ഫോട്ടോസ്, ഫേക്ക് വീഡിയോ സുനിലെന്ന് ഇവിടെ അവതരിപ്പിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു, ആരെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചിത്രം സൃഷ്ടിക്കാം, പാട്ട് പാടിക്കാം, നൃത്തം ചെയ്യിപ്പിക്കാം. ഇത് ഫേക്കാണോ, ഇത് യാഥാർത്ഥ്യത്തിലുള്ളതാണോ, ഈ കാര്യം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ഒരു സ്വതന്ത്ര സംവിധാനം ഇത്തരത്തിലുള്ള ഫേക്ക് ന്യൂസുകൾ, ഫേക്ക് ഫോട്ടോകൾ, ഫേക്ക് വീഡിയോകൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനവും കൂടി നമ്മൾ ഉണ്ടാക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ആ കാര്യത്തിലും IHRDക്ക്, മീഡിയ അക്കാഡമിക്ക്, മറ്റ് മാധ്യമ സ്ഥാപനങ്ങൾക്ക് എല്ലാം പങ്കുചേർന്നിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കുന്നത് നന്നായിരിക്കും. ഇത് ഒരു അപ്രായോഗികമായ കാര്യമാണെന്ന് തോന്നുന്നില്ല. ലണ്ടനിലാണെന്നുണ്ടെങ്കിൽ മീഡിയ ലെൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനമുണ്ട്. അവർ പത്രങ്ങളിൽ വരുന്ന, BBC-യിൽ വരുന്ന വാർത്തകളടക്കം അവർ നോക്കിയിട്ട് ഇതിലേതാണ് ഫേക്ക്, ഇതിലേതാണ് ശരിയായിട്ടുള്ളത്, വസ്തുതയുള്ളത് എന്നുള്ളത് അവർ പുറത്തേക്ക് കൊടുക്കുന്നുണ്ട്. അവരാരുടെയും പണം, വലിയ കുത്തക മുതലാളിമാരുടെയൊന്നും പണമൊന്നും സ്വീകരിക്കില്ല, ഒരു പരസ്യവും കൊടുക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള ചില സംവിധാനങ്ങൾ നമുക്ക് കേരളത്തിലടക്കം ഉണ്ടാകുന്നത് നന്നായിരിക്കും. ഒരു നിർദ്ദേശവും കൂടി വെച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഞങ്ങളുടെ ഈ മാധ്യമ പ്രവർത്തകർക്ക്, മാധ്യമ മാനേജ്മെൻറ്റിലെ സ്റ്റാഫിന്, ഇവർക്കൊക്കെ ഈ AI-യുടെ സാക്ഷരത ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമുക്ക് ട്രെയിനിങ് വർക്ക്ഷോപ്പുകൾ വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണെന്ന് കരുതുന്നു. ഈ കാര്യത്തിലും IHRDയും മറ്റ് സ്ഥാപനങ്ങളും എല്ലാം കൂടി ചേർന്നിട്ട് നമുക്കൊരു സംവിധാനം ഉണ്ടാക്കണം എന്നുള്ള നിർദ്ദേശവും കൂടി വെച്ചിട്ട്, എന്തായിരുന്നാലും ഈ സംരംഭത്തിന് സർവ്വവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.